ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഞെക്കുക. ഞങ്ങൾ നോട്ടിഫിക്കേഷനോടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റോസാ ചെടിയിൽ നിറയെ പൂ ഉണ്ടാകാനായിട്ടുള്ള ഒരു ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ റോസാ ചെടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ചെടിയാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ദിവസവും പൂക്കൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പൂക്കൾ ഉണ്ടായതിന് ശേഷം ഇതുപോലെ നമ്മൾ റോസാ ചെടി ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇതൾ മൊത്തം നമ്മുടെ കയ്യിലേക്ക് വരും. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഈ ഒരു തണ്ട്. ഈ ഒരു തണ്ടിൻ്റെ ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ഈ ഒരു സ്റ്റെം വരുന്നത്. ഈ ഒരു സ്റ്റെമ്മ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് പുതിയ ഇലകൾ കിളുത്ത് വന്ന് അതിലും മൊട്ട ഉണ്ടാകാനാണ് സാധ്യത. അപ്പോൾ എനിക്കിങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ മൊത്തം വെട്ടിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ പൂ ഉണ്ടായതിന് ശേഷം നമ്മളത് കളയുമ്പോൾ വെട്ടിക്കളയേണ്ട സാധനമാണ് ഈ ഒരു സംഭവം. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒത്തിരി നമുക്ക് വെട്ടേണ്ടി വന്നു. കാരണം അത്രയും പൂവുണ്ടായി. ഈ ഒരു പ്രാവശ്യം ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്തിട്ട് ഒത്തിരി പൂവുണ്ടായി. ഇനി വേറൊരു ടിപ്പ് വളമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ ചേർക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ചാണകം, അതുപോലെ നമ്മൾ ചകിരിച്ചോറൊക്കെ ഞാൻ ചേർക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഈ മണ്ണ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഞാൻ ഇന്ന് ഏറ്റവും എനിക്ക് സക്സസ്ഫുള്ളായിട്ട് തോന്നിയൊരു സംഭവമാണ് ഇതിൻ്റെ നമ്മൾ മുട്ട പൊഴിക്കുമ്പോൾ മുട്ടത്തോട് അതുപോലെ ചായ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മട്ട് അതും കൂടി ഈ ഒരു റോസയുടെ ഇതിലേക്ക് ഇട്ടാൽ നല്ലൊരു ഹെൽത്താണ് നമുക്ക് ഇതിൽ നല്ലൊരു നമുക്ക് സക്സസ്ഫുള്ളാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി വെക്കുക. ഞങ്ങളുടെ നോട്ടിഫിക്കേഷനോടെ നിങ്ങൾക്ക് ലഭിക്കും. Bye.